ആശാ സിസ്റ്റർ പ്രൈസ് ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരു മിനിറ്റ് സിസ്റ്റർ, ഒരു മിനിറ്റ്. നമ്മുടെ നമ്മൾക്ക് ഏകദേശം 13 ഡിവൈസുകൾ നമ്മുടെ ഇതിനകത്തുണ്ട്. എല്ലാവരും അതിൻ്റെ വീഡിയോ ഒരു അൺമ്യൂട്ടായിട്ട് ഇരിക്കുവാണെങ്കിൽ ഒരു അനുഗ്രഹമായിരുന്നു. എങ്കിലും നിങ്ങളുടെ പരിമിതികളുണ്ട്, പല സ്ഥലങ്ങളിലായിരിക്കുന്നു, അത് അറിയുന്നു. കഴിയുന്നവർക്ക് വീഡിയോ ഓണാക്കണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. എൻ്റെ ശബ്ദം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. പിന്നെ ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നത്. എന്നെ ആർക്കും അത്രയ്ക്ക് പരിചയം ഉണ്ടാകത്തില്ല. മാത്യൂസ് ബ്രദർ, ബെനീറ്റ, അവരെ പരിചയമുണ്ട്. ചില സഹോദരന്മാർ VT ചർച്ചില് ഞാൻ പഴയൊരു വിശ്വാസിയായിരുന്നു. അവിടെ ചില സഹോദരന്മാര് ഉണ്ടായിരുന്നു. നേരെ പേഴ്സണലി അത്ര പരിചയമില്ലെങ്കിലും കർത്താവ് അങ്ങനെ ഒരു പരിചയവും ഉണ്ട്. വേറെ ആരെയും എനിക്ക് അത്ര പേഴ്സണലി അറിയില്ല. എങ്കിലും ക്രിസ്തുവിൽ നമ്മളെ എല്ലാവരെയും കർത്താവ് സഹോദരന്മാരാക്കി വെച്ചിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഹൈദരാബാദിന്റെ പട്ടണത്തിലായിരിക്കുന്നു. ദൈവവേലയോടുള്ള ബന്ധത്തില് അത്ര വിപുലമായിട്ടല്ലെങ്കിലും ചെറിയ തോതിൽ കർത്താവിന്റെ വേലയില് ആക്കി വെച്ചിരിക്കുന്നു. കർത്താവിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ദൈവജനത്തിന്റെ പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങള് കർത്താവ് പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആത്മാവിലും ശുശ്രൂഷപരമായിട്ടെല്ലാം കർത്താവിന്റെ ഒരു എന്താ പറയുക, ഒരു അഭ്യാസം ഞങ്ങളുടെ ജീവിതത്തില് നാളുകളിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെയും കർത്താവ് വിളിച്ച ആ വിളിയും പ്രകാരം ഉപയോഗിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു വചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ പറ്റിയാണല്ലോ. അതില് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. എനിക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും സാധിച്ചു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാം കർത്താവ് ഒരേ രീതിയിൽ പണിതുകൊണ്ടിരിക്കുന്നതിന് അദ്ദേഹത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാൻ വളരെ ഭാരപ്പെട്ടു. പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ, കഷ്ടങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കർത്താവെ ഇത് ഞങ്ങൾക്ക് അനുവദിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ചോദിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ കർത്താവിനോട് ചോദിക്കും, കർത്താവ് ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചത്, ഇത് എന്താ ഇങ്ങനെ ചെയ്യുന്നേ, കർത്താവ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഒരുപാട് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന്റെ കർത്താവിന് ഒരു ലക്ഷ്യമില്ലാതെ അല്ല, ഒരു ഉദ്ദേശമില്ലാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ വായിക്കുന്ന പോലെ ഒരു മുടി കൊഴിയണമെങ്കിൽ പോലും കർത്താവ് അറിയാതെ നടക്കുകയില്ല. അപ്പോൾ ഒരു മുടിയുടെ കാര്യത്തിൽ അത്രയ്ക്ക് കൺസേൺ കർത്താവിനുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന് കർത്താവിന് കൺസേൺ ഇല്ലാതിരിക്കുമോ? ഒരിക്കലുമല്ല. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ചെറിയ വലിയ കാര്യങ്ങളുടെ മേലെല്ലാം കർത്താവിന്റെ കരം ഉണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ എൻ്റെ ഒരു ജീവിത സാഹചര്യത്തിലൂടെ ഒക്കെ ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ച്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ലൈഫിനെ പറ്റി നമുക്ക് പലപ്പോഴും അറിയത്തില്ല എന്ത് ഉദ്ദേശത്തിനാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് അത് അറിയാത്തത് കൊണ്ടാണ് വെപ്രാളം, അല്ലെ? ഞാൻ ഇതിലൂടെ കടന്നു പോകുന്നത് എന്തിനാണ്, ദൈവമാണോ ഇത് അനുവദിച്ചതെന്നും നമുക്കറിയത്തില്ല. നമ്മളെല്ലാം പിശാചിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നവരാണ്. അത് പോരാട്ടമാണ്, ഇത് ദൈവം തന്നെ ദൈവത്താൽ ഉള്ളതാണോ എന്നൊന്നും നമ്മൾ ഇതിൽ പോരാട്ടമാണെന്ന് പറഞ്ഞ് പിശാചിന്റെ തലയിലേക്ക് നമ്മൾ കെട്ടിവെച്ചിട്ട് നമ്മൾ രക്ഷപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ ജീവൻ അനുഭവിക്കാനും ആ സ്വസ്ഥത, ദൈവവചനം നമുക്ക് വാഗ്ദത്തം തരുന്ന ആ സ്വസ്ഥത, ആ സമാധാനം, ആ ഒരു സന്തോഷമുണ്ടല്ലോ, ക്രിസ്ത്യമായ സന്തോഷം, അതൊക്കെ നമുക്ക് ഏത് കഷ്ടത്തിന്റെയും ഏത് പ്രതികൂലത്തിനും പ്രതിസന്ധിയുടെയും നടുവിലും അനുഭവിക്കാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വാസ വീരന്മാരുടെ സാക്ഷ്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് അറിയാം. എന്നാൽ പലപ്പോഴും നമുക്കത് അനുഭവിക്കാൻ പറ്റാതെ വരുന്നു. അവിടെയാണ് നമുക്ക് അയ്യോ എനിക്ക് എന്തുകൊണ്ട് ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റും.
ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവേശുവില് ഭക്തിയോട് ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും, കഷ്ടം ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, പ്രതികൂലങ്ങൾ, പരീക്ഷകൾ, പ്രലോഭനങ്ങൾ എല്ലാം നമുക്ക് ഉണ്ടാകും. എന്നാൽ അതിന്റെ നടുവിൽ നമുക്ക് ആ കർത്താവിന്റെ ആ സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ആ സ്വസ്ഥത നമുക്ക് അനുഭവിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവ്, എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ കഷ്ടതയിൽ, എന്റെ ചില പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് എന്റെ ഫുള്ള് ഡ്രെയിൻ ആയിട്ട് ഒന്നും നമുക്ക് ആരാധിക്കുമ്പോൾ, ദൈവസാന്നിധിയിൽ വരുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഉഷാറായിട്ട് ആരാധിക്കുന്ന ആളാ. അപ്പോൾ അന്നേരം നമുക്ക് ഭയങ്കര പ്രത്യാശയും ഭയങ്കര വിശ്വാസവും ഭയങ്കര ആനന്ദം ഒക്കെയാണ്. എന്നാൽ കഷ്ടത്തിന്റെ, പ്രതികൂലത്തിന്റെ, പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ അതേ ലെവൽ, ആ ഒരു അളവിൽ ആനന്ദിക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആരാധിക്കുമ്പോൾ ഭയങ്കര ഉഷാറാണ്, പക്ഷെ കഷ്ടത്തിന്റെ, പ്രതികൂലത്തിന്റെ, പ്രതിസന്ധികളുടെ നടുവിലൂടെ നമ്മൾ പോകുമ്പോൾ ആ ലെവലിൽ നമുക്ക് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എനിക്ക് എന്താ അനുഭവിക്കാൻ പറ്റാത്തത്? ആ സന്തോഷം, ആ സമാധാനം, ആ സ്വസ്ഥത എനിക്ക് എന്താണ് അനുഭവിക്കാൻ പറ്റുക? ഞാൻ കുറേ നാളുകൾ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, കർത്താവ് എന്തുകൊണ്ട്? അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വചനം എന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. ആ വചനമാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങളും അത് ചിന്തിക്കുക. റോമാലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം കർത്താവിന്റെ ചെവിയിൽ സംസാരിക്കുവാനായിട്ട് ഇടയായിട്ട്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ആ ഒരു വചനം കർത്താവിന്റെ ചെവിയിൽ കേൾപ്പിച്ചു. ഞാൻ അതിന് മുമ്പത്തെ ദിവസങ്ങളൊന്നും ഇത് വായിച്ചിട്ടേ ഇല്ല, എനിക്കിത് അതിന്റെ വേഴ്സസും അറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചു ഇത് ഇവിടെയാ കിടക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, മരണം അല്ലെ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവൻ. നമുക്ക് ആർക്കും നമ്മളോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൃപ ലഭിച്ചവരാ, നിങ്ങൾക്ക് നീതിയുടെ ദാനം നിങ്ങൾക്ക് ലഭിച്ചതാ, അല്ലെ? അതിന്റെ സമൃദ്ധി നമ്മൾ അനുഭവിച്ചതാ, കൃപയുടെ സമൃദ്ധി നമുക്ക് തന്നതാ. നമ്മളെ അങ്ങനെയാണ് കർത്താവ് രക്ഷിച്ചത്, അല്ലെ? അവന്റെ കൃപയുടെ അത്യന്ത ധനം നമുക്ക് വേണ്ടി ഒഴുക്കി തന്ന് നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ അവന്റെ മക്കളാക്കി തീർക്കാൻ, അല്ലെ? കൃപയുടെ ദാനം കർത്താവ് നമുക്ക് തന്നത്, അതിന്റെ സമൃദ്ധി നമുക്ക് തന്നത്. അപ്പോൾ അത് ലഭിച്ച നമുക്ക് യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും, അല്ലെ? വാഴുമായിരിക്കും എന്നല്ല, വാഴുമെന്നാ പറയും കർത്താവ്. നമുക്കത് ഡെഫിനറ്റ് ആയിട്ട് അത് നിങ്ങൾ വാണിരിക്കും. കൃപ ലഭിച്ചിട്ടുണ്ടോ? നീതിയുടെ ദാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതിന്റെ സമൃദ്ധി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നവർ, യേശു ക്രിസ്തുവിനൂടെ വിശ്വസിക്കുന്നവർക്ക് ജീവനിൽ അധികമായി വാഴും, അല്ലെ? അപ്പൊ കർത്താവിനോട് പറയുമ്പോൾ നീ വിഷമിക്കേണ്ട കാര്യമില്ല, നിന്റെ ജീവനിൽ വാഴാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. നിനക്ക് കൃപ ഞാൻ ഒഴുക്കി തന്നത്, നീതിയുടെ ദാനം നിനക്ക് ഒഴുക്കി തന്നത് എന്തിനു വേണ്ടിയിട്ടാ? കർത്താവിന്റെ ജീവൻ നമ്മളിൽ വാഴാൻ. അതാണ് നമുക്ക് വേണ്ടത്. യേശുവിന്റെ ജീവൻ നമ്മളിൽ വാഴുന്നുണ്ടോ? അപ്പോൾ യേശുവിന്റെ ജീവൻ നമ്മളിൽ വാഴുവാണെങ്കിൽ, അല്ലെ, നമുക്ക് ഏത് കഷ്ടത്തിന്, ഏത് പ്രതികൂലത്തിന്, പ്രതിസന്ധികളുടെ നടുവിലും ആ ജീവനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ജഡത്തിന്റെ ആ സ്വഭാവങ്ങളെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും, അല്ലെ? കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ നമുക്ക് കഴിയും. ക്രിസ്തുവിന്റെ അവിശുദ്ധിയിലേക്ക് നമുക്ക് പോകുവാൻ. നമ്മളെല്ലാരും പറയും, ഓ, എനിക്ക് അങ്ങ് കഴിയില്ല, എനിക്ക് വചനം അനുസരിക്കാൻ കഴിയത്തില്ല, എനിക്ക് ആ വിശുദ്ധിയിലേക്ക് കടക്കാൻ കഴിയില്ല, എനിക്ക് കർത്താവിനെ അനുഭവിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? നമുക്ക് നോക്കുമ്പം നമുക്ക് ഭാരമായിട്ട് ഇതൊരു ബാലികേല കേറാം മലയാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ കർത്താവ് നമ്മൾ പറയുന്നത് അല്ല, ഇല്ലേ? ഇത് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു മുന്തിരിങ്ങ ആയിട്ടല്ല ഇത് വെച്ചിരിക്കുന്നത്, ഇത് നിങ്ങൾക്ക് വാഴാൻ വേണ്ടി വെച്ചിരിക്കുക, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി വെച്ചിരിക്കുക കർത്താവ്. നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടി തന്നതല്ല വാഗ്ദത്തം. കർത്താവ് നിങ്ങൾ ജീവനിൽ അധികമായി വാഴും.
അപ്പോൾ നമ്മളത് വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ ആ ഒരു ജീവൻ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മളെ യേശുവിനെയും കൂടെ കൂടത്തിൽ കൂട്ടുവാൻ തയ്യാറാണെങ്കിൽ നമുക്കും അത് അനുഭവിക്കാൻ കഴിയും. ആ ജീവൻ നമ്മളിൽ വാഴും. നമ്മളെ നമ്മളെ ആന്റി പറഞ്ഞതുപോലെ യേശുവിനെ പോലെ ആക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. അപ്പോൾ അതിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെ നടത്തട്ടെ. ഈ ഒരു വചനം എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വചനം ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു.